നമസ്കാരം. മന്ത്രി സജി ചെറിയാനോടാണ്. റിപ്പോർട്ടർ ചാനൽ ഇന്ന് അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടിയിൽ സംഘടി സുജയ പാർവതി വിരിച്ച ഒരു ട്രാപ്പിൽ അദ്ദേഹം ചാടിയിട്ടുണ്ട്. നിഷ്കളങ്കമായി ചെന്ന് ചാടിക്കൊടുക്കുകയാണ്. ആദ്യം അതൊന്ന് കാണാം. ഈ പലയിടങ്ങളിൽ യാത്ര ചെയ്തു, പല തരത്തിലുള്ള മനുഷ്യരെ കണ്ടു, പല കാഴ്ചകൾ കണ്ടു, അതോടൊപ്പം പലതരം ഭക്ഷണവും കഴിച്ചു. ഏത് സ്ഥലത്തെ ഭക്ഷണമാണ്? ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഭക്ഷണം, നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ഏത് സ്ഥലത്ത് ചെന്നപ്പോൾ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട? നമ്മുടെ കേരളത്തിന് ഒരുപാട് തനത് ഭക്ഷ്യ വിഭവങ്ങളുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു? ഞാൻ ആ സ്ഥലം ഓർക്കുന്നില്ല. വരാല് കറി കിട്ടിയ ഒരു സ്ഥലമുണ്ട്, ഏറ്റവും നല്ല നാടൻ ഭക്ഷണം. കണ്ടില്ലേ? ക്രിസ്തുമസിനോടനുബന്ധിച്ച് ട്രീക്കട്ടർ ചാനലിലെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സുജയ പാർവതി വളരെ നിഷ്കളങ്കമായി നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിൽ നിഷ്കളങ്കമായ അദ്ദേഹം മറുപടി പറഞ്ഞു പോകുന്നു. പക്ഷേ ആ നിഷ്കളങ്കമായ ചോദ്യത്തിന് പിന്നിൽ ചില ട്രാപ്പ് ഉണ്ടെന്ന് മന്ത്രി തിരിച്ചറിയണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോടെ കണ്ടാൽ മതി. ഒരു എ ക്ലാസ് അംഗിയായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. കണ്ടില്ലേ? ഭക്ഷണത്തിനെ സംബന്ധിച്ച് ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് നവകേരള സദസ്സിൽ ഇപ്പോൾ ബാക്കിയുള്ള ആരോപണങ്ങളെല്ലാം ചീറ്റിയപ്പോൾ ഭക്ഷണത്തിൽ കയറി പിടിച്ചിട്ടുണ്ട്. പരമ എച്ചികളാണ് ഈ നാട്ടിലെ സംഘികളും അവരെ പിന്താങ്ങുന്ന കുറെ ആൾക്കാർ. കാര്യം, കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും കണക്ക് പറയുന്ന ഈ നാട് കണ്ട ഏറ്റവും വലിയ ചെറ്റകൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം എച്ചികൾ ആ വാക്കിനെ അന്വർത്ഥമാക്കുന്നവരാണ്. ഏത് വിഷയത്തിൽ കഴിക്കുന്നതിൽ ഒളിഞ്ഞു നോക്കും, ധരിക്കുന്നതിൽ ഒളിഞ്ഞു നോക്കും, അങ്ങനെ മനുഷ്യന്റെ സ്വകാര്യ ഇടങ്ങളിലേക്ക് ചെന്ന് ഒളിഞ്ഞു നോക്കി അതിൽ കുറ്റം പറയാൻ വേണ്ടി പ്രത്യേക പ്രാവീണ്യം നേടിയവർ. അതിന്റെ ഭാഗമായിട്ട് കണ്ടില്ലേ, ആ ശ്രീജിത്ത് പണിക്കരിട്ട പോസ്റ്റും സംഘടി സുജയ പാർവതി ഉയർത്തിയ ചോദ്യവും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി, നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. അതായത്, സംഘപരിവാറുകാർക്ക് അവർ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ഒരു എലമെന്റ് കിട്ടണം. അതിനെ പരിഹസിക്കാനും അവർ പറയുന്ന കാര്യത്തിന് കൂടുതൽ രസകരമായിട്ടുള്ള മറുപടിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നെറുകെട്ട ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. നിങ്ങൾ നിഷ്കളങ്കമായി കുറെ പാടിപ്പുകഴ്ത്തലുകളൊക്കെ സംഘടനയെ കുറിച്ച് പറയുന്നത് കേട്ടു. പരമ ദയനീയമാണ്. കാര്യം, ഇങ്ങനെ ഒരു അവതാരത്തെ, മാധ്യമ പ്രവർത്തക എന്ന് പറയുന്നത് പോലും അപമാനമായിട്ടുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെയൊക്കെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് ഒരിക്കലും ഒരു നല്ല ഇടപെടൽ പ്രതീക്ഷിക്കുന്നത്. കാര്യം, അവരൊരു ചാണക സംഖ്യയാണ്. ഒരു സംഖ്യയോ സംഘടനയോ ആയിക്കഴിഞ്ഞാൽ അവർ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിലതൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നത്. ആ സൃഷ്ടിക്കപ്പെടലിന് വേണ്ടി വിധേയപ്പെട്ട് കൊടുക്കുമ്പോൾ അത് ഡാമേജ് ഉണ്ടാക്കുന്നത് ഒരു സംവിധാനത്തെ കൂടിയാണെന്ന് മന്ത്രി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിഷ്കളങ്കമായി ചാനൽ ചർച്ചയിൽ പോയിരുന്ന് ഏത് ഭക്ഷണമാണ് കഴിച്ചത്, ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമായി നിങ്ങൾ കരുതിയിരിക്കാം. പക്ഷേ ഈ നാട്ടിൽ സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷയത്തിന് അതിന് കൂടുതൽ ഊർജം പകരാൻ വേണ്ടി അവർ ഇട്ടു തന്ന ഒരു ചൂണ്ടയായിരുന്നു അത്. അതിൽ നിങ്ങൾ കയറി കുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ വരാല് കറിയുടെ കാര്യമൊക്കെ പറഞ്ഞത് വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ വരാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ചില മന്ത്രിമാരോട് പറയാനുള്ളത്, മാധ്യമ സ്ഥാപനങ്ങളിനകത്ത് പോയിരുന്ന് പ്രതികരണത്തിന് തയ്യാറാകുമ്പോൾ അവരോട് വളരെ സിമ്പതിയോട് കൂടിയൊക്കെ നിങ്ങൾ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ അവരുടെ സിമ്പതി നമുക്ക് കിട്ടട്ടെ, നമ്മളെ ആവശ്യമില്ലാത്ത കുരുക്കുകളിൽ ചെന്ന് പെടുത്തണ്ട, അതുകൊണ്ട് ഒരു സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കാമെന്നുള്ള നിലയ്ക്കൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അണ്ടർഗ്രൗണ്ടിലൂടെ നിങ്ങൾക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാര്യം, ഈ പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിയല്ലെങ്കിൽ പോലും ഈ സന്ദർഭത്തിൽ അത് പറയാതിരിക്കാൻ നിവർത്തില്ല. ജാത്യാലുള്ളത് തൂത്താ പോകില്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് സംഘികൾക്ക് സ്വമേധയായുള്ള കാര്യങ്ങളൊന്നും തൂത്താൽ പോകുന്നതല്ല. ആ ഒരു രീതിയാണ് അവർ കാട്ടിയിരിക്കുന്നത്. നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ടൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഈ ഊളത്തരങ്ങൾ അവർ വൈകിട്ട് നടത്തുന്ന എഡിറ്റോറിയൽ ചർച്ചയിലൊക്കെ ഇരുന്ന് ഏറ്റവും വലിയ ഊളത്തരങ്ങൾ പറയുന്നത് ആര് എന്ന് ചോദിച്ചാൽ സംഘികളുടെ സങ്കുചിത ചിന്തയ്ക്കപ്പുറം ഒരു തരത്തിലും ഒരു മാധ്യമ പ്രവർത്തകയാകാൻ യോഗ്യതയില്ലെന്ന് അവരുടെ വർത്തമാനം കൊണ്ട് പല സന്ദർഭത്തിൽ തെളിയിച്ചിട്ടുള്ളതും അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ രണ്ട് സ്ഥാപനങ്ങളിൽ അവർ നടത്തിയ ഇടപെടലുകൾ കാണുമ്പോൾ തന്നെ അവർ ഈ പണിക്ക് യോഗ്യതയല്ലെന്ന് സ്വയം തെളിയിച്ചവരാണ്. അവരുടെയൊക്കെ മുന്നിൽ പോയിരുന്ന് ഇത്രയും സോഫ്റ്റ് ആണ് താനെന്നൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നതിനപ്പുറം വളരെ മനോഹരമായി ഇത്തരം ചോദ്യങ്ങളെ ആ രീതിയിൽ തന്നെ മൊനയൊടിച്ച് വിടുന്നതാണ് നല്ലതെന്ന് പറയേണ്ടി വരികയാണ്. അല്ലെങ്കിൽ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ചില കൃത്രിമമായിട്ടുള്ള വിവാദങ്ങൾ, ഇപ്പോൾ ഈ കഴിച്ച ഭക്ഷണങ്ങൾ, പലതരത്തിലുള്ള വിഭവങ്ങൾ കഴിച്ചു, അണ്ടിപ്പരിപ്പ് കുതിർത്തത്, അങ്ങനെ പല കഥകൾ പ്രചരിപ്പിക്കുകയാണ്. ആ കഥകൾക്ക് കൂടുതൽ എരിവും പുളിയും കിട്ടാൻ വേണ്ടി നിങ്ങളുടെ മറുപടി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചത്. അതുകൊണ്ട് ആ ചോദ്യം എന്ന ട്രാപ്പിൽ നിങ്ങൾ വീണിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അത് വെച്ചുകൊണ്ടായിരിക്കും പല ട്രോളുകളും പല പരിഹാസങ്ങളും സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, ഇത്തരം പരിപാടികൾക്കൊന്നും പോകരുതെന്നല്ല, പക്ഷേ വളരെ ഗൗരവതരമായി ചോദ്യങ്ങളെ എന്തർത്ഥത്തിലാണ് ചോദിക്കുന്നതെന്ന് തിരിച്ചറിവുണ്ടാകാനും സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന പല തരത്തിലുള്ള സംഘപരിവാർ കുപ്രചരണങ്ങൾക്ക് നിങ്ങൾ നിന്നു കൊടുക്കുന്നത്
അത് സംവിധാനങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ നിഷ്കളങ്കമായി അവരോട് ഇടപെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഇടപെട്ടതുകൊണ്ടോ അടിക്കൂടെ തരുന്ന പണിക്ക് യാതൊരു കുറവും ഉണ്ടാകില്ല. അതിന് സംഘപരിവാർ നിയോഗിച്ചിരിക്കുന്ന ഒരു എലമെന്റ് മാത്രമാണ് സുജയ പാർവതി എന്ന സംഘിണി. അവരുടെ മുന്നിലുള്ള ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിന് എന്ത് കൃത്രിമത്വം സൃഷ്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ഈ തെറ്റിദ്ധാരണകൾക്കും അല്ലെങ്കിൽ പടച്ചുവിടുന്ന വ്യാജ നുണകൾക്കെല്ലാം തന്നെ കൊണ്ട് എന്ത് സംഭാവന കൊടുക്കാൻ പറ്റും, അത് മാത്രമാണ് ലക്ഷ്യം. അതിന് ഇനിയെങ്കിലും മറ്റുള്ളവർ നിന്നു കൊടുക്കരുത്. ഇത്തരം ചോദ്യങ്ങൾ നിഷ്കളങ്കമല്ല. അവർ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ നിങ്ങളുടെ വായിൽ തിരികെ ചില മറുപടികൾ കൂടി കുത്തിക്കയറ്റിക്കൊണ്ട് ഈ സംവിധാനത്തെയും സർക്കാരിനെയും അധിക്ഷേപിക്കാനുള്ള അവസരം ഒരുക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് ദയവായി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.